നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കയ്യിൽ തുപ്പിയിട്ട് പറഞ്ഞു, ബസഖ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ തുപ്പലിനേക്കാൾ നികൃഷ്ടമായ വസ്തുവിൽ നിന്നാണ് നിന്നെ അള്ളാഹ് സൃഷ്ടിച്ചത്. നീ ഒന്നുമല്ല, ഇവിടെ വലിയ അഹങ്കരിക്കാനൊന്നുമല്ല. നിന്റെ കയ്യിലൊരു മൈക്കും കിട്ടി, കുറെ ഡാൻസ് പാടി ഇങ്ങനെയൊക്കെ ഒന്ന് തൂങ്ങാനും എടുക്കാനും 2-3 ഡ്രസ്സും ഒക്കെ ഇട്ട് ആണും പെണ്ണും, ഇതൊരു രസമാണ്. വാപ്പായും മക്കളും സ്റ്റേജിൽ കിടന്ന് ആടുകയാണ്. കൂട്ടത്തിൽ എന്തൊക്കെയാ സാധനം കിടന്ന് ആടുന്നത് നിങ്ങൾക്ക് വല്ല അറിയാവോ? ഞാൻ ഇവിടെ നിന്നൊന്നും പറയുന്നില്ല. എനിക്ക് ഹാലിളകിയ ഞാൻ എൻ്റെ റൂട്ടെല്ലാം ഞാൻ ഉസ്താദ്മാരിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് എനിക്ക് ഹാലളിച്ചാൽ ഈ പ്രസംഗിക്കാൻ തന്നെ പറ്റാതെ. ഇതൊക്കെ കാണുമ്പോൾ സഹിക്കാൻ കഴിയുന്നില്ല എന്ന്. വാപ്പയും മക്കളും പ്രായപൂർത്തിയെത്തി 5-6 പ്രസവിച്ച പെണ്ണുങ്ങളൊക്കെ ഇപ്പൊ സ്റ്റേജിനകത്തോട്ട് കയറി ഇരുന്നിട്ട് മിനിസ്കർട്ട് വിട്ടുകൊണ്ട് ആടുകയാണ്. കളവികള്, മുതുകളവികള്. എന്താ ആട്ടം! ആഗ്രഹിച്ചു പോവാണ്. ഇപ്പൊ പഴയതുപോലെ നമുക്ക് പറ്റുന്നില്ലല്ലോ ഒന്ന്. അതിനാണ് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് മറ്റേ സാമാനങ്ങളൊക്കെ പുരട്ടി തേച്ച് കൊണ്ടുവന്ന് ചെറുതാക്കിയിട്ട് വലുതൊക്കെ ചെറുതൊക്കെ വലുതാക്കി അങ്ങനെയൊക്കെ ഒരു സാധനമൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്തുകൊണ്ട് എന്ത് ആട്ടവ! വാപ്പയും മക്കളും ഭാര്യയും ഭർത്താവും കല്യാണത്തിന് വന്ന് കയറിയിട്ട് ആ മകളോടൊപ്പം വാപ്പ ആടുന്നു, ഉമ്മ ആടുന്നു. നാണം കെട്ട മനുഷ്യർ. ഇസ്ലാമിക സംസ്കാരത്തെ കരിവാരിത്തേക്കുന്ന ഈ സമുദായം. അതുകൊണ്ട് അടികൊള്ളാൻ തയ്യാറായിക്കോ. എന്താ ദുആ സ്വീകരിക്കാത്തത്? അടികൊള്ളാൻ തയ്യാറായിക്കോ. അടികൊള്ളുമ്പോൾ മൊത്തത്തിൽ കൊള്ളും. നിങ്ങൾ ആലിമീങ്ങളെ മാത്രം കുറ്റം പറയണ്ട. കിട്ടുമ്പോ എല്ലാവർക്കും കിട്ടും, ഞങ്ങൾക്കും കിട്ടും, കൊള്ളും, എല്ലാവരും കിട്ടും. ആണ് അള്ള പറഞ്ഞ വാക്കല്ലേ. ഒരു പ്രത്യേക സമുദായത്തിൽ കിട്ടുമ്പോ എല്ലാവരും കിട്ടും കേട്ടോ. ശരി, ഓക്കെ അള്ള. അല്ലാണ്ട് എന്താ ചെയ്യാനാ? അങ്ങനെയെങ്കിലും അമ്മമാർക്ക് കൂടെ 2 പഠിക്കട്ടെ. കേട്ടിട്ടും പഠിച്ചില്ല, കൊണ്ടിട്ടെങ്കിലും പഠിക്കട്ടെ. അല്ലാണ്ട് പഠിക്കുന്നില്ല, ഖുർആനുമായിട്ട് ബന്ധമില്ല. മക്കളെ അതാണ് രസം. ആളുകൾക്ക് വീസ് കിട്ടണം. അതിന് പേര് എൻ്റെ മോളും അല്ല സെലിബ്രേറ്റ് ചെയ്യുക, എൻ്റെ മോള് സെലിബ്രേറ്റ് ചെയ്യുക, എൻ്റെ മോളപ്പോൾ എടുത്താള്, എൻ്റെ മോള് എടുത്താള്. ആ തൊപ്പി എന്ന് പറഞ്ഞ ഒരു ചെയ്താണ്ടല്ലോ, ആ ചങ്ങ കൊച്ചു പിള്ളേർ ജീവിക്കുന്നുണ്ടാ. എന്നാൽ അവന്മാർക്കറിയാം അതിനെ കുറിച്ച് എന്താ സാധനം എന്ന്. നമ്മൾ വലിയ അടുത്ത തൊപ്പി എന്ന് പറയുമ്പോൾ ഇതായിരിക്കും. ഈ തൊപ്പിക്കൊന്നും ഒരു സാധനവും ഇല്ല. ഈ തൊപ്പിയുടെ പേരേ കളഞ്ഞ ആ തൊപ്പിയാണ്. പച്ചയ്ക്ക് തെറി വിളിക്കുന്നു. പച്ചയ്ക്ക് ഈ മക്കളൊക്കെ വരുന്ന സ്ഥലത്ത് ഭയങ്കരമായ ആഘോഷമാണ്. കൊച്ചുകുട്ടികളടക്കം പെൺകുട്ടികളടക്കം ഈ വാപ്പാക്കും ഉമ്മാക്കും ആ മജ്ലിസിലേക്ക് മക്കളെ വിടാൻ തന്നെ എന്താ മനസ്സുള്ള ആലോചിച്ച് നോക്കി. ഈ വാപ്പാക്ക് പോകരുതെന്ന് പറയാൻ പറ്റുമോ? വാപ്പ പറയുന്നത് മക്കള് കേൾക്കൂല. വാപ്പ പറയുന്നത് കേൾക്കൂല. മാതാപിതാക്കളുടെ കണ്ണ് വെട്ടിച്ചിട്ടാണ് അവൻ പോകുന്നത്. ആ ചെറുപ്പൻ കൊച്ചുപയ്യൻ അവൻ പോകുന്നത് തൊപ്പിയെ കാണാനേ. എന്താ ദുനിയാവിൻ്റെ അവസ്ഥ? ഇവിടെ ആലിമീങ്ങളുടെ സദസ്സോ ഖുർആന്റെ സദസ്സോ ഹിഫ്ളിന്റെ സദസ്സോ ഇതൊന്നും അവർക്കൊന്നും വലിയ പൂത്തിരിയല്ല. വേറെ ജോലിയൊന്നുമില്ല. ഇവിടെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ ഇവിടെ അടിച്ചു പൊളിക്കാനുള്ളതാണ്. അല്ല ഇതുപോലെ ഇങ്ങനെ ആഫുളുമായി ആലിമുമായി നീയുമ്പോൾ താടിയും തൊപ്പിയൊക്കെ വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കാനെടുക്കാനൊക്കെ ഒന്നുള്ളതല്ല. ഉസ്താദെ, സഹോദരങ്ങളെ, നമുക്കെന്താ കുറവ്? ഇസ്സത്ത് എന്താ കുറവ്? ഒരു ഹാഫുളിന് അല്ലെങ്കിൽ ഒരു ആലിമിന് എന്ത് കുറവുള്ളേ? ഇന്ന് ഞങ്ങളൊക്കെ പ്രസംഗിക്കാൻ പോകുന്നതാണ്. വയ്യ ഉസ്താദ് പണ്ട് പോലെ പ്രസംഗിക്കുന്ന ആൾ, വർഷങ്ങളായിട്ട് പ്രസംഗിക്കുന്ന ആളാണ്. നമ്മളൊക്കെ പണ്ടേ വാത് കേൾക്കുന്ന വയ്യ ഹനീഫ മൗലവി കൊല്ലോ എന്നൊക്കെ പറഞ്ഞ് പണ്ട് കേൾക്കുന്നതാണ്. അള്ളാഹു ദീർഘായ സ്വാഫിയത്തും കൊടുക്കട്ടെ. ഇപ്പോൾ വല്ല കുഴപ്പമുണ്ട്? ഇപ്പോൾ ഇങ്ങോട്ടൊന്ന് മൈക്ക് ഇങ്ങോട്ട് റാഹത്താക്കി വെച്ചു കൊടുത്ത് 2 മണിക്കൂർ നോക്ക്. നല്ല അടിപൊളിയായിട്ട് നല്ല ബൈത്തൊക്കെ പാടിയിട്ട് നല്ല സൂപ്പറായിട്ട് പ്രസംഗിച്ച് കൈത്തരും. പാതിരാ സമയത്ത് വരെ ഈ ആലിമീങ്ങളുടെ മുന്നിലാണ് 1000-10,000 ഇരിക്കുന്നത്. പാതിരാ സമയം വരെ ഇരിക്കും. ഇവിടുത്തെ മേരെ പ്യാരെ ദേശവാസിയോ വന്നാൽ എത്ര മണിക്കൂർ ഇരിക്കും? ഇവിടുത്തെ മുഖ്യമന്ത്രി വന്നാൽ എത്ര മണിക്കൂർ ഇരിക്കും? ഇവിടുത്തെ കളക്ടർ വന്നാൽ എത്ര മണിക്കൂർ ഇരിക്കും അവരുടെ മുന്നിൽ? എന്നാൽ ഒരു ആലിമിൻ്റെ മുന്നിൽ മണിക്കൂറുകളോളം നിങ്ങളിരിക്കും. ഇന്നലെ ഞാൻ 9 മണിക്ക് അവിടെ പ്രസംഗിച്ച് 12 മണി വരെ ആ ടൗൺ ആളുകൾ ഇരുന്നത്. 12 മണി വരെ ഒരു മനുഷ്യൻ പോലും എഴുന്നേറ്റ് പോയില്ല. 12 മണി. മറ്റേ രാഷ്ട്രീയ പ്രസംഗത്തിൽ നിങ്ങൾ പോയി നോക്ക്. നിങ്ങളിത് പോയി നോക്കി. അത് ഇൽമിന്റെ ബർക്കത്താണ്. എന്താ വാങ്കുളിക സമയം? തഹജ്ജുദിന്റെ സമയമാണ്. വാച്ചൊന്നുമില്ല, അതാ ചോദിച്ചു. 8:11. മനസ്സിലായില്ലേ? എന്താ കുഴപ്പം ആലിമീങ്ങൾക്ക്? എന്താ പ്രശ്നം ഹബീബേ? ചുമ്മാ പറയുന്നുണ്ടല്ലോ ഒരു പ്രസംഗത്തിന് 25,000 രൂപ കിട്ടുന്നത്. അൽഹംദുലില്ലാ. വഫീ അയ്നുന്നാസ് സഗീറ വഫീ അയ്നുന്നാസി കസീറ. വെറുതെയെങ്കിലും ആകട്ടെ, പറഞ്ഞോട്ടെ. അൽഹംദുലില്ലാ. അങ്ങനെ പറയുന്നില്ലേ? അതൊരു ഇസ്സത്തല്ലേ സുഹൃത്തുക്കളെ? ഒരു ഹാഫിളായ ഒരു വ്യക്തി, ഒരു ആലിമായ ഒരു വ്യക്തി, അവൻ പോയി പ്രസംഗിക്കുന്ന 25,000 കിട്ടുമെന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ. 10 പ്രസംഗം നടത്തി 2.5 ലക്ഷം രൂപ ശമ്പളം. അമേരിക്കയിൽ പോയി ലണ്ടനിൽ പോയി പഠിച്ച ഒരു മാസം കടന്ന് കഷ്ടപ്പെട്ട് അവന് കിട്ടുന്ന 75,000 രൂപ ശമ്പളമായിരിക്കും. ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അവിടെ ഇരിക്കട്ടെ. എന്നാൽ ജനങ്ങൾ പറയുന്നത് എന്താ? അതുകൊണ്ട് കുറവുണ്ടോ?
ഹാഫിളുകളായ വ്യക്തിക്ക് ആലിമീങ്ങളായ വ്യക്തി വല്ല കുറവുണ്ടോ എന്ന് ആലോചിച്ച് നോക്കിൻ. ഇന്ന് ഏതെങ്കിലും ഹാഫിളോ അല്ലെങ്കിൽ ആലിമോ ആരെങ്കിലും ഇന്ന് വളരെ വിഷമിച്ച് പ്രയാസപ്പെട്ട് ഗതിയില്ലാതെ ഇങ്ങനെ ദാരിദ്ര്യത്തിൽപ്പെട്ട് അങ്ങനെ തൂങ്ങി നടക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ? വിഷമവും പ്രയാസം ഉണ്ടാവും. എന്നാലും അങ്ങനെയല്ല. അള്ളാഹു നമുക്ക് ഇസ്സത്ത് തന്നിട്ടുണ്ട്, ഇഫ്ഫത്ത് തന്നിട്ടുണ്ട്, ഗിനൻ നഫ്സ് തന്നിട്ടുണ്ട്. ഇന്ന് വരെ ഒരു വിഷമവും പ്രയാസം ചെറിയ ശമ്പളത്തിൽ അൽഹംദുലില്ലാഹ് മനസ്സ് സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു ആ വിഭാഗം. അൽ ഉലമാഉ അർഹമു ഉമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ആബാഇഹിം വ ഉമ്മഹാതിഹിം. യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല പറഞ്ഞ വാക്കാണ്. ഉലമാക്കൾ ഈ സമുദായത്തിന്റെ ഏറ്റവും വലിയ കരുണയുള്ളവരാണ്. ഈ സമുദായത്തിൽ അവരുടെ മാതാപിതാക്കളെക്കാൾ ഉസ്താദുമാരാണ്, പണ്ഡിതന്മാരാണ്, കരുണയുള്ളവർ എന്ന് യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല പറഞ്ഞു. എന്താ കാരണമെന്നറിയോ? എന്താ കാരണം എന്ന് ചോദിച്ചു. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം? മാതാപിതാക്കളെക്കാൾ ഈ ദുനിയാവിൽ ഏറ്റവും ശ്രേഷ്ഠരായവരും കരുണയുള്ളവരും മാതാപിതാക്കളെക്കാൾ ഉസ്താദന്മാരാണ്, പണ്ഡിതന്മാരാണെന്ന് പറയാനുള്ള കാരണം എന്താ? ബഹുമാനപ്പെട്ട യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞു, ലിഅന്നഹും യഹ്ഫളൂനഹും മിൻ നാരിദ് ദുനിയ. മാതാപിതാക്കൾ ഈ മക്കളെ ദുനിയാവിലെ തീയിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നു. നേരത്തെ പറഞ്ഞതുപോലെ പനി, ഒരു കുട്ടി ഇങ്ങനെ എഴഞ്ഞു പോകുന്നു, അവൻ കിണറ്റിലേക്ക് വിടാൻ പെട്ടെന്ന് ഓടിപ്പോയി വാപ്പ പിടിച്ചു മാറ്റുന്നു, ഉമ്മ പിടിച്ചു മാറ്റുന്നു. വിളക്കിലേക്ക് പിടിക്കാൻ പോകുന്നു, പെട്ടെന്ന് ആ ഉമ്മ അവനെ പിടിച്ചു മാറ്റുന്നു, വാപ്പ പിടിച്ചു മാറ്റുന്നു. ലിഅന്നഹും യഹ്ഫളൂനഹും മിൻ നാരിദ് ദുനിയ. ദുനിയാവിലെ തീയിൽ നിന്ന് അവനെ രക്ഷപ്പെടുത്തുന്നു. വഹും യഹ്ഫളൂനഹും മിൻ നാരിൽ ആഖിറ. ആലിമീങ്ങൾ, പണ്ഡിതന്മാർ ഈ മക്കൾ നാളെ നരകത്തിലെ തീയിൽ വീഴാതിരിക്കാൻ അവർ പരിശ്രമിക്കുന്നു, അവർ രക്ഷപ്പെടുത്തുന്നു. അതുകൊണ്ട് മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠർ പണ്ഡിതന്മാരാണ്, ഉസ്താദുമാരാണ്, ആലിമീങ്ങളാണ്. മാതാപിതാക്കളെക്കാൾ ശ്രേഷ്ഠം. മറ്റൊരു മഹാനായ പണ്ഡിതൻ പറഞ്ഞു, ഞാൻ എന്റെ ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു. ഒരു നാടിന്റെ ഒരു കിരീടാവകാശിയാണ്. ഞാൻ എന്റെ ഉസ്താദിനെ ഏറ്റവും കൂടുതൽ ആദരിക്കുന്നു, എന്റെ വാപ്പയേക്കാൾ, എന്റെ ഉമ്മയേക്കാൾ. എന്താ കാരണം? ഇന്ന അബി ഹത്തനി മിനസ് സമാഇ ഇലൽ അർദ്. എന്റെ വാപ്പയും എന്റെ ഉമ്മയും ആകാശത്തിൽ നിന്ന് ഭൂമിയിലേക്ക് എന്നെ ഇറക്കിക്കൊണ്ടുവന്നു. വ ഇന്ന മുഅല്ലിമി റഫഅനി മിനൽ അർദ് ഇലസ് സമാ. എന്റെ ഉസ്താദുമാരുണ്ടല്ലോ, എന്നെ പഠിപ്പിച്ച പണ്ഡിതന്മാരുണ്ടല്ലോ, എന്നെ ഈ ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് അവർ ഉയർത്തുന്നു. അതുകൊണ്ട് എൻ്റെ മാതാപിതാക്കളെക്കാൾ എനിക്ക് ഏറ്റവും കൂടുതൽ ബഹുമാനവും ഇഷ്ടവും ആദരവും എൻ്റെ ഉസ്താദന്മാരോടാണ്. മാതാപിതാക്കളെ ബഹുമാനിക്കേണ്ടതല്ല എൻ്റെ അർത്ഥം, അവരെക്കാൾ ആദരവ് ഉസ്താദന്മാരോടാണ്. കാരണം ഇവൻ ഹലാൽ ഹറാം പഠിച്ചത് ആലിമ്യങ്ങളിൽ നിന്നാണ്. അലിഫ് എന്ന ആദ്യത്തെ അക്ഷരം നമുക്ക് പറയാലോ, അല്ലാ, എ ഫോർ അല്ലാ, എ ഫോർ അല്ലാ, അലിഫാണ് ആദ്യത്തെ അക്ഷരം. എന്നാൽ ഖുർആനിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്ത് തുടങ്ങുന്നത് ബാ വെച്ചിട്ടാണ്. ബാ വെച്ചിട്ടാണ്. ബിസ്മില്ല, 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 ബിസ്മില്ല. അലിഫല്ല, ബിസ്മില്ല. അതിലെന്തോ ബായിക്കാണ് വലിയ ഒരു അർത്ഥം കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? ബാ, അലസ്തു ബി റബ്ബിക്കും, ഞാനല്ലേ നിങ്ങളുടെ റബ്ബ്. ബലാ, ബാ, ബലാ, അതേ അല്ലാ, അതേ അല്ലാ, അതേ അല്ലാ, അതേ എന്ന് പറയാൻ വേണ്ടി അള്ളാഹ്ക്ക് വലിയ ഇഷ്ടമാണ്. ഞാനല്ല നിങ്ങളുടെ റബ്ബ്, ബാ. അതുകൊണ്ട് എപ്പോഴും ബിസ്മി ഓതുമ്പോ ബലാ എന്നുള്ള ഒരു ചിന്ത വേണം. അതേ അല്ലാ, അതേ അല്ലാ. അതുകൊണ്ടാണ് അവിടെ ബിസ്മി കൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മൊത്തം തുടങ്ങുന്നത്. ആദ്യത്തെ അക്ഷരം അൽഫാണെങ്കിൽ അതിന്റെ മഹത്വം അതാണ്, അത്രയും വലുതാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട അത്താ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു തആല അൻഹു അത് വലിയൊരു പണ്ഡിതനാണ്. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അവിടുത്തെ ഏറ്റവും വലിയൊരു ചക്രവർത്തി ഒരു മസല ചോദിക്കാൻ വേണ്ടി അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് വന്നു. മസല ചോദിക്കാൻ വേണ്ടി വന്നപ്പോൾ ഭയങ്കര ക്യൂ. ഇദ്ദേഹത്തിനോട് മസല ചോദിക്കാൻ വേണ്ടി ആളുകൾ ക്യൂ നിൽക്കുകയാണ്. ആലിമിനടുത്ത്, ഉസ്താദിനടുത്ത്. അപ്പൊ ഈ നാട്ടിലെ ചക്രവർത്തിയാണല്ലോ. അദ്ദേഹം എന്ത് ചെയ്തു? ക്യൂ ഭേദിച്ചിട്ട് ഫ്രണ്ടിൽ പോയി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞു, പോയി ക്യൂ നിൽക്കാൻ പറഞ്ഞു. അത്താ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു അൻഹു ആണ് പോയി ക്യൂ നിൽക്കാൻ വേണ്ടി പറഞ്ഞു. നാട്ടിലത്തെ ഭരണാധികാരിയാണെന്നുള്ള കാര്യം അതൊന്നും അദ്ദേഹത്തിന് ഇഷ്ടമില്ല. ഒരുപാട് പേര് നിപ്പുണ്ട്, അതിന്റെ പിറകിൽ പോയി നിൽക്കാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ക്യൂ നിന്ന് പിറകിൽ നിന്ന് ഇങ്ങനെ വന്നു. അദ്ദേഹം വന്നിട്ട് അദ്ദേഹത്തിന് ഹജ്ജിന്റെ മസല ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അന്ന് ഹജ്ജിന്റെ മസലയെ കുറിച്ച് ഇദ്ദേഹം പറയുന്നതിനപ്പുറം ഒരു വാക്ക് അവിടെ ഇല്ല. അത്താ ഇബ്നു അബീ തൽഹ റളിയല്ലാഹു തആല അൻഹു ഹജ്ജിന്റെ മസലകൾ ചോദിച്ചു, മനസ്സിലാക്കി, പഠിച്ചു. അദ്ദേഹം ഇറങ്ങി വന്ന് തന്റെ മക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന്റെ മക്കളെ വിളിച്ചു പറഞ്ഞു, മക്കളെ, ഞാനൊരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയെ എന്റെ മുന്നിൽ പോലും ഇങ്ങനെ ഒരു ക്യൂ ഞാൻ കണ്ടിട്ടില്ല. ഒരു ആലിമായ മനുഷ്യൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ക്യൂ നിൽക്കുന്നറിയാവോ? വെള്ളം ചോദിക്കാനൊന്നുമല്ല, മസല ചോദിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്. മസല ചോദിക്കാനാണ് ക്യൂ നിൽക്കുന്നത്. ആദ്യം തഫ്സീർ,
പിന്നെ ഹദീസ്, പിന്നെ സാഹിത്യം, പിന്നെ ഫിഖ്ഹ്. ഓരോരുത്തരും ഓരോരോ വഴി നിന്നോണം. ഇത്രയ്ക്ക് വലിയ പെട്ടാണ്, ചോദിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുകയാണ്, അവരുടെ പിറകെ നിന്നോണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അല്ലാഹു തആല ആലിമീങ്ങൾക്ക് ചെയ്ത മഹത്വം ഞാനിപ്പോഴാണ് മനസ്സിലാക്കുന്നത്. ഞാനൊരു രാജ്യത്തിൻ്റെ ഭരണാധികാരിയാണ്. ഞാൻ എൻ്റെ ആ ഒരു ഭരണത്തിൻ്റെ തലവൻ എന്ന നിലയിൽ ആ ഒരു പദവി ഉപയോഗിച്ച് ഞാൻ കയറി ചെന്നിട്ട് പോലും ഒരു പരിഗണന പോലും നൽകാതെ ഈ 10,000 അദ്ദേഹത്തെ കാത്തു നിൽക്കുന്നതിൻ്റെ പിന്നിൽ നിന്നുകൊണ്ട് ഞാൻ പോയിട്ട് മസല ചോദിച്ചെങ്കിൽ, എൻ്റെ മക്കളെ നിങ്ങൾ ആലിമീങ്ങളാകണം, ഈ വാപ്പാട് ആഗ്രഹമാണ്, ആലിമീങ്ങളാകണം നിങ്ങൾ. കാരണം അവർക്ക് അല്ലാഹു നൽകിയ ദുനിയാവിലെ ഇസ്സത്ത് ഞാൻ കണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹം തൻ്റെ മക്കളെ ഹാഫിളുകളും ആലിമീങ്ങളുമാക്കി മാറ്റി.